ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശക 26 ഗജേന്ദ്രമോക്ഷം. ശ്ലോകം 1. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യ കണ്ടാതിരാജ ത്വൽഭക്താത്മാചന്ദനാദ്രൗഹദാചിൽ ത്വത്സേവായാമക്തധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. പദം. ഇന്ദ്രദ്യുമ്നഃ പാണ്ഡ്യഖണ്ഡ അതിരാജഃ ത്വത്ഭക്ത ആത്മാ ചന്ദന ആദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്ധതി ആലുലോകേ ന ഏവ അഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം. അർത്ഥം: അങ്ങയുടെ സ്ഥിരഭക്തനും പാണ്ഡ്യരാജാധീശനുമായ ഇന്ദ്രദ്യുമ്നൻ ഒരിക്കൽ മലയാദ്രിയിൽ വെച്ച് അങ്ങയുടെ ഭജനത്തിൽ നിമഗ്നനായിരിക്കെ ആദിക്കുകയോ കാണുകയോ ചെയ്തില്ല. ശ്ലോകം 2. കുംഭോത്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദ്വാധൈനം പ്രത്യഗാദോസ്മി ലേഭേ ഹസ്തീന്ദ്രദ്വം ത്വൽസ്മൃതി വ്യക്തിധന്യം. പദം. കുംഭ ഉത്ഭൂതി സംഭൃത ക്രോധഭാരഃ സ്തബ്ധ ആത്മാ ത്വം ഹസ്തി പൂയം ഭജ ഇതി ശബ്ദ്വാ അധ ഏനം പ്രത്യഗാത് സ അപി ലേഭേ ഹസ്തി ഇന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തി ധന്യം. അർത്ഥം: അതിനാൽ കുംഭോദ്ഭവനായ അഗസ്ത്യമുനി ക്രോധം കൊണ്ട് അഹങ്കാരിയായ നീ ആനയായി തീരട്ടെ എന്ന് ഇന്ദ്രദ്യുമ്നനെ ശപിച്ചു മടങ്ങിപ്പോയി. ഇന്ദ്രദ്യുമ്നൻ ഭഗവത് സ്മരണമൂലമുണ്ടായ ധന്യമായ ഗജവീരാവസ്ഥ പ്രാപിക്കുകയും ചെയ്തു. ശ്ലോകം 3. ദുക്താംഭോധേർമധ്യ ഭാജിത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിഃ സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വത്ഭക്താനാം കുത്രനോത്കർഷലാഭഃ. പദം. ദുഗ്ധ അംഭോദേ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂതപഃ അയം വശാഭിഃ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ട ശക്ത്യാ ത്വത്ഭക്താനാം കുത്ര ന ഉത്കർഷ ലാഭഃ. അർത്ഥം: പാൽക്കടൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രികുടാദ്രിയിൽ പിടികളോടൊത്ത് ക്രീഡിച്ചു കൊണ്ടിരുന്ന ഈ മത്തഗജം തൻ്റെ കരുത്തുമൂലം മറ്റു ജന്തുക്കളെയെല്ലാം കീഴടക്കി വാണു. അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെയാണ് ഉത്കർഷസിദ്ധി ഉണ്ടാകാത്തത്? ശ്ലോകം 4. സ്വേനസ്തേംന ദിവ്യദേശത്വശക്ത്യാ സ്വയം ഖേദാന പ്രജാനൻ കദാചിൽ ശൈലപ്രാന്തേ കർമ്മതാന്തസ്തരസ്യാം യൂതൈ സാർത്ഥം ത്വൽപ്രണന്യോഭിരേമേ. പദം. സ്വേന സ്തേംന ദിവ്യദേശത്വശക്ത്യാ സ അയം ഖേദാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ കർമ്മ താന്ത സരസ്യാം യൂതൈ സാർത്ഥം ത്വത്പ്രണുന്യ അഭിരേമേ. അർത്ഥം: സ്വബലത്താലും താൻ വസിക്കുന്ന പ്രദേശത്തിൻ്റെ ദിവ്യശക്തി കൊണ്ടും ക്ലേശമെന്തെന്നറിയാൻ ഇടവരാത്ത ആ ആന ഒരിക്കൽ വെയിൽ കൊണ്ട് തളർന്നപ്പോൾ പർവ്വതപ്രാന്തത്തിലുള്ള സരസിലിറങ്ങി അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് വിഹരിക്കാൻ തുടങ്ങി. ശ്ലോകം 5. ഹൂഹുസ്താവദ്ദേവലസ്യാഭിശാപാൽ ഗ്രാഹീഭൂതസ്തജ്വലേ വർത്തമാനഃ ജിഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹിശ്രാന്തിദോസി സ്വകാനാം. പദം. ഹൂഹു താവത് ദേവലസ്യ അഭി ശാപാത് ഗ്രാഹി ഭൂതഃ തത് ജലേ വർത്തമാനഃ ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ ശാന്തി അർത്ഥം ഹി ശ്രാന്തിത അസി സ്വകാന. അർത്ഥം:
ദേവല ശാപം മൂലം മുതലയായി തീർന്ന ആ സരസിൽ ജീവിച്ചിരുന്ന ഹൂഹു എന്നു പേരായ ഗന്ധർവൻ ആ സമയത്ത് ആനയുടെ കാലിൽ പിടികൂടി. ശാന്തി നൽകാൻ വേണ്ടി അങ്ങ് സ്വഭക്തന്മാരെ ക്ലേശിപ്പിക്കുന്നത് സാധാരണമാണല്ലോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.